ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരുടെ വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ കൺസിഡർ ചെയ്യുന്ന ചില സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ സ്റ്റഡീസ് പറയാനാണ്. ആൻഡ് ഇത് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഞാൻ വരുന്ന മാസങ്ങളിലേക്ക് കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ടെക്നിക്കലായിട്ടുള്ള ഒരു പഠനം, അത് സ്വിംഗ്ട്രേഡിന് വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ആ സ്റ്റോക്കുകളുടെ ഒരു ബേസിക് ആയിട്ടുള്ള പഠനവും എൻ്റെ ഒരു വിലയിരുത്തലുകളാണ് ഞാൻ പറയുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഞാൻ മറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ സ്റ്റോക്സിനെ ടെക്നിക്കലി. അപ്പോൾ നിങ്ങൾ അങ്ങനെ മാത്രമേ ഇതിനെ കാണുക, ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് കാണരുത്, മറിച്ച് നമ്മളിത് പഠിക്കാൻ പോകുന്ന സ്റ്റോക്സാണ് വരുന്ന മാസങ്ങളിലേക്ക്. സോ ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത് പൂനാവാല ഫിൻകോർപ്പാണ്. ആൻഡ് ഈ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന ആഴ്ചകളിലേക്ക് ഞാൻ മൊമെൻറ്റത്തിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്ന സ്റ്റോക്കാണ് ഇതൊക്കെ. സോ പൂനാവാല ഫിൻകോർപ്പിൽ നമ്മൾ ടെക്നിക്കലി പഠിക്കുകയാണെങ്കിൽ ഒരു വലിയ ഡൗൺ സൈഡ് അല്ലെങ്കിൽ വലിയൊരു ഒരു 550 എന്നുള്ള ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് വലിയ രീതിയിൽ ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നല്ലേ. നല്ല രീതിയിൽ സ്ട്രക്ചർ ബേസ് ആണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത്. അതായത് എന്ത് പറഞ്ഞാലും ശരി, സ്ട്രക്ചറലി വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം അറിയാം, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഒക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയാം. ഒരു പാനിക്കിൽ വന്നതല്ല, ഒരു ഈ സ്റ്റോക്കിന് വരേണ്ടതായ ഒരു കറക്ഷൻ. അതായത് പല സ്റ്റോക്കുകൾക്കും പല മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ബേസ് ആയിരിക്കും, അങ്ങനെ പല ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളായിട്ടുണ്ടായ കറക്ഷൻസാണ്. അതായത് സ്ട്രക്ചർ ബേസ് ആണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കറക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ആ ഒരു കറക്ഷനിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. ഒരു ബേസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ ബേസ് എന്ന് പറയുന്നത് 300 to 250 റേഞ്ചിനടുത്ത് നിന്നാണ് ഈ സ്റ്റോക്ക് ഒരു ബേസ് ഉണ്ടാക്കിയത്. ഈ ഒരു 270 റേഞ്ചിൽ നിന്ന് ബേസ് ഉണ്ടാക്കി ഈ സ്റ്റോക്ക് സ്ട്രക്ചർ ബേസ് ആണ്. വളരെ ഒരു പമ്പ് ആൻഡ് ഡംപ് അല്ല ഇവിടെ നടന്നത്, വളരെ ടെക്നിക്കൽസ് എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങൾ നോക്കിയാൽ അറിയാം, കറക്റ്റ് ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആണ് നടന്നത്. ടെക്നിക്കൽസ് എല്ലാം വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഹെൽത്തി ആയ ഒരു സ്റ്റോക്ക് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ ആൻഡ് മാർക്കറ്റ് ഏത് റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എടുത്തായിട്ട് നിൽക്കുന്നത്? ഒരു 400 റേഞ്ച് നമുക്കിവിടെ കാണാം. ഇതൊരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ബേസ് ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. 400-430 റേഞ്ച്. ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ 2-3 തവണ ടെസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് 500 എന്നുള്ളൊരു ക്ലോസിംഗ് തന്നൊക്കെയാണ് ഇപ്പോൾ നിയർ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. സോ എൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരമാണെങ്കിൽ ഞാൻ കുറച്ച് എന്താ പറയുക, അഗ്രസീവ് ട്രേഡിങ്ങിലൊന്നും ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഞാൻ ചെയ്യത്തില്ല. ഞാൻ വെയിറ്റ് ചെയ്യും, നല്ല പുൾ ബാക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നല്ല എൻട്രികൾ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ അറിയാം, ഇത്രയും വലിയൊരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. വളരെ എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കലി നമുക്കിത് ഈ ഒരു സ്റ്റോക്ക് പഠിക്കാനായിട്ട് കൺസിഡർ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. കാര്യം നിയർ ബൈ സപ്പോർട്ട് റേഞ്ചുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നിങ്ങൾ ഈ സ്റ്റോക്ക് എന്താ പറയുക ഒന്ന് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഇത് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇതിൽ എൻട്രി എടുക്കാൻ നേരത്തെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇതിൽ എൻട്രി എടുക്കാൻ പോകുന്നതും ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടാം. അപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയറിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓക്കെ, പൂനാവാല ഫിൻകോപ്പാണ് ടെക്നിക്കലി വളരെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സ്റ്റോക്കുകൾ ഒന്ന്. ആൻഡ് നമുക്കിവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും, ഒരു പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ട്രെൻഡ് ലൈൻ, ഒരു മാക്സിമം ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് കാണിക്കാവുന്ന രീതിയിലുള്ള ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് സപ്പോർട്ട് ഏരിയ. ഒരു 440 to 400 റേഞ്ചാണ്. അപ്പം നമുക്ക് ഈ സ്റ്റോക്ക് വരുന്ന മാസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് വിലയിരുത്താം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എക്സൈഡ് ഇന്ത്യയാണ്. ഇപ്പോൾ എക്സൈഡ് ഇന്ത്യയുടെ ടെക്നിക്കലായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എക്സൈഡ് ഇന്ത്യയുടെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഒരു 618-619 റേഞ്ചാണ്. അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് ഒരു ഡൗൺ സൈഡ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ സ്റ്റോക്കിനും അതിൻ്റേതായ കറക്ഷൻ എന്നുള്ളൊരു ഫേസ് ഉണ്ടാവും. അത് ടെക്നിക്കലി അതൊരു റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കറക്ഷൻസ് ഇല്ലെങ്കിലാണ് സ്റ്റോക്കിൽ നമ്മൾ മേടിക്കേണ്ടത്. ഏത് സമയവും വലിയ ഡംപിങ് നടക്കാം. ഇതൊരു ഡംപിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ ടെക്നിക്കലി നല്ല രീതിയിലാണ് ഈ സ്റ്റോക്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത്. ആൻഡ് എന്താ പറയുക, സ്റ്റോക്കിലൊരു ബേസ് ഉണ്ട്. ഇവിടെയും അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. ബേസ് ഉള്ള സ്റ്റോക്കുകളാണ് ഞാൻ ബേസിക്കലി കൺസിഡർ ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ ഫേസ് കടന്നുപോയി എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. സോ ഇനിയുള്ള മാസങ്ങളിൽ ഈ സ്റ്റോക്കിന് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു ഡൗൺ സൈഡിന് ശേഷമുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഈ സ്റ്റോക്ക് ഒന്ന് വരുന്ന മാസങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കാം. ഒരു ഹയർ ടാർഗറ്റ്സിലോട്ടൊക്കെ പോകുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് വന്ന് കണ്ട് വിലയിരുത്തേണ്ടതാണ്. ആൻഡ് മാർക്കറ്റിൽ ബൈയിങ് പ്രഷർ അല്ലെങ്കിൽ ഒരു നല്ല സെറ്റപ്പ്
ഈ ഒരു വേസ്റ്റ് മാർക്കറ്റിലും പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ്. കാര്യം അത് ഇപ്പം ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയിലെ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. ടാരിഫ് ഇഷ്യൂസൊക്കെ ബന്ധപ്പെട്ട് ആ ഒരു വീക്കിൽ ആ ഒരു ടൈമിൽ ഈ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് നോക്കിയാൽ വളരെ ബെറ്റർ ബിഹേവിയറാണ് കാണിച്ചത്. സോ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ നമുക്ക് വരുന്ന മാസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് വിലയിരുത്താം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഫോളോ അപ്പ് വീഡിയോസ് ഞാനിടാം, എങ്ങനെ ഈ സ്റ്റോക്ക് വരുന്ന മാസങ്ങളിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസ് നിങ്ങൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പോളിക്യാബ് ഇന്ത്യയാണ്. നോക്കിയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ആണ്. 7600 എന്നുള്ള ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. താഴെ 4000 എന്ന റേഞ്ചിലേക്ക് വരുന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക്. ആൻഡ് നൗ ഒരു ഹയർ ഹൈ തന്ന സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ആഴ്ചകളിൽ ഈ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് തന്നെ കാണണം. ഓൾ ടൈം ഹൈയിൽ മേ ബി ഇതുപോലെ ഒരു സെല്ലിംഗ് പ്രഷർ വരുമോ അതോ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതെല്ലാം നമുക്ക് വരുന്ന വീക്കിൽ കാണാം. റിക്കവറി ഇതിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിതിൻ്റെ എന്താ പറയുക ഒരു വീക്ക്ലി ചാർട്ട് ഇട്ട ഈ സ്റ്റോക്ക് റിക്കവർ ചെയ്തത് വി ഷേപ്ഡ് റിക്കവറിയാണ്. വി ഷേപ്ഡ് റിക്കവറി എന്ന് പറയുമ്പോൾ ഇത്തിരി എക്കണോമിക്സ് അറിയുന്നവർക്കൊക്കെ അറിയാം. വി ഷേപ്ഡ് റിക്കവറി മാർക്കറ്റിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് നമ്മുടെ പൊതുവായി എല്ലാ മാർക്കറ്റ് സെൻസിൽ അല്ലെങ്കിൽ എക്കണോമിക് സെൻസിൽ പറയുകയാണെങ്കിൽ വി ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റിക്കവറി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ വരുന്ന മാസങ്ങളിൽ വാച്ച് ചെയ്യുക. കാര്യമായിട്ട് വി ഷേപ്ഡ് റിക്കവറി ആൻഡ് ഓൾ ടൈം ഹൈ നിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ടെക്നിക്കലി അടുത്ത മാസങ്ങളിൽ സ്വിംഗ് ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റീസെൻ്റ്ലി ഉള്ളൊരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 6000 റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് റേഞ്ച് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ച് വരെയൊക്കെ ഇനി ഒരു പുൾ ബാക്ക് വരുമോ ഇല്ലേ നമുക്ക് അറിയത്തില്ല. വരുന്ന ദിവസങ്ങൾ ബിഹേവ് കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ സ്റ്റോക്കിൻ്റെ ഒരു അപ്ഡേറ്റ് മാക്സിമം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ പഠിക്കാം. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാര്യം നല്ലൊരു റിക്കവറി പാറ്റേൺ അടക്കമുള്ളൊരു സ്റ്റോക്കാണ്. സോ നമുക്ക് കാണാം. റീസെൻ്റ്ലി ഉള്ള പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ഈ സ്റ്റോക്കിൽ ബയേഴ്സിൻ്റെ ഒരു അഗ്രസീവ്നെസ് ഉണ്ടെന്നാണ്. പോളിക്യാബ് ഇന്ത്യ എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. സോ കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബജാജ് ഓട്ടോ ലിമിറ്റഡ് ആണ്. ബജാജ് ഓട്ടോ ലിമിറ്റഡും ഒരു കറക്ഷൻ ഫേസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇത് ഒരു ബേസ് ഉണ്ടാക്കി ബേസിൽ നിന്ന് ഈ സ്റ്റോക്ക് ഒന്ന് പുറത്തു വരാനുള്ള ശ്രമം നടത്തുകയാണ്. ബേസ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്? അവിടെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാം എൻ്റർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമാൻഡ് സോൺ 8000 റേഞ്ചാണ്. അപ്പം നമുക്ക് നോക്കാം നമ്മളൊരു സ്റ്റോക്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റോക്ക് കാണുമ്പോൾ ബൈയിങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചാടിക്കയറി എൻട്രി എടുക്കുന്നതല്ല ഒരു ശരിയായ രീതി. നമുക്ക് ആ സ്റ്റോക്ക് ഒരു നമ്മുടെ വ്യൂ അപ്സൈഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ ഒരു റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഡിമാൻഡ് സോണിന് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ റിസ്ക് കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സ്റ്റോക്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് കണ്ട് ഒരു ചാടി കയറി വലിയ ക്വാണ്ടിറ്റികൾ വാങ്ങുന്നത് വലിയ മണ്ടത്തരമാണ്. സോ നമ്മൾ ഓരോ സ്റ്റോക്കിൻ്റെയും എന്താ പറയുക ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു ബെറ്റർ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു സ്റ്റോക്ക് ഒരു നല്ല രീതിയിൽ ഒരു അപ്സൈഡ് ആയെങ്കിൽ നമ്മൾ ചാടിക്കറി എൻട്രി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു എൻട്രി സ്റ്റാൻസ് ആ സ്റ്റോക്ക് തന്നെ വീണ്ടും തരും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക ടെക്നിക്കലി എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ബജാജ് ഓട്ടോ എന്നുള്ള സ്റ്റോക്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. ആൻഡ് എന്നിട്ട് ഡിസൈഡ് ചെയ്യുക എന്തായിരിക്കണം നിങ്ങളുടെ ഡിസിഷൻ എന്ന്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ പേഴ്സണലി നമുക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വളരാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആവലോൺ ആണ്. ആവലോൺ നമുക്ക് ബേസിക്കലി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്കിൽ ഞാനൊരു ബുള്ളിഷ് സ്ട്രക്ചർ കാണുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ 1066 എന്നുള്ള റേഞ്ചിൽ നിന്നും ബ്രേക്ക് ചെയ്ത് വന്നൊരു സ്റ്റോക്കാണ് ആവലോൺ ടെക് എന്ന് പറയുന്നത്. 1066 നിന്ന് ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി ഒരു 600 പകുതിക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. 599 താഴെ വന്നിട്ടാണ് ഈ സ്റ്റോക്ക് ഒരു ബേസ് ഉണ്ടാക്കി വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ആവലോൺ ടെക്നോളജീസ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു ബേസ് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു അക്യുമുലേഷൻ ഫേസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഒക്കെ ഇവിടെ കാണാം. ഒരു ടെക്നിക്കലി നമുക്ക് നോക്കിയാൽ കാണാം ചെറിയൊരു ബേസ് ബ്രേക്ക് ഔട്ട് താഴോട്ട് തന്ന് ഒരു ബയേഴ്സിനെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ആവലോണിൻ്റെ ഒരു ചെറിയ സോണിൽ തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു എന്താ പറയുക, അപ്പോൾ ടെക്നിക്കലി വളരെ നല്ലൊരു സ്ട്രക്ചർ ബേസും നല്ലതാണ്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഒരിക്കൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു സോണിൽ നിന്ന്, ആ സോണിൽ നിന്ന് തിരിച്ച് ആ സോണിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും നല്ലൊരു ബൈയും ചാൻസ് തരികയാണ്. ആവലോൺ ടെക്നോളജീസ് എന്ന കമ്പനി. നമുക്കപ്പം വരുന്ന മാസങ്ങളിൽ ഇതിൻ്റെ ടാർഗറ്റൊക്കെ ഏതുവരെ പോകും. അടുത്ത സ്റ്റോക്ക് HDFC അസറ്റ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങളിവിടെ നോക്കിയേ വലിയ ബേസൊക്കെ മുൻപേ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കാണ്, കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ സ്ട്രക്ചറുകൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ
ബജാജ് ഓട്ടോയിലും ഇതിലൊക്കെ കണ്ടുപോലത്തെ സ്ട്രക്ചർ കണ്ടിട്ടില്ലേ, ഈ സ്റ്റോക്ക് വലിയ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി ആൻഡ് തിരിച്ച് മാർക്കറ്റിൽ ഹെൽത്തിയായ കറക്ഷൻസിനെല്ലാം ശേഷമാണ് ഈ സ്റ്റോക്ക് മാക്സിമം കറക്ഷൻസ് തന്നു പോകുന്ന സ്റ്റോക്കാണ്. സോ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിതിൽ ട്രേഡ് എടുക്കാവുന്നതാണ് ഒരു ചെറിയ നിശ്ചിത സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട്. സോ ഇങ്ങനത്തെ സ്റ്റോക്സൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിലവിൽ എന്താ ശ്രമിക്കുന്നത്, അറ്റ് പ്രസൻറ്റ് ഈ സ്റ്റോക്ക് ശ്രമിക്കുന്നത് ഒരു ബെയർ സ്ട്രക്ചർ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ HDFC അസറ്റ് മാനേജ്മെൻറ്റ് എനിക്ക് തോന്നി ഫസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ ഞാൻ കരുതി ഇതൊരു ബെയർ സ്ട്രക്ചർ ആകാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചു. ബെയർ സ്ട്രക്ചറാണ്, ബട്ട് ഒരു ഹയർ ഹൈ തന്നു. ആൻഡ് അവിടെ നിന്നും ഈ സ്റ്റോക്ക് അടുത്ത ഹൈയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. സോ ഈ വരുന്ന മാസങ്ങളിൽ HDFC അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താം. ഒരു 6000 കടക്കുമോ, ഒരു 7000ത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന മാസങ്ങളിൽ നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ലോറസ് ലാബാണ്. ലോറസ് ലാബ് ഞാൻ ട്രേഡ് എടുത്ത സ്റ്റോക്കാണ്. ട്രേഡ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ഗ്രൂപ്പിൽ. ആൻഡ് ലോറസ് ലാബ് നോക്കുകയാണെങ്കിൽ എനിക്ക് പണ്ട് ആദ്യകാലങ്ങളിൽ ഒരു 2023 അടുപ്പിച്ചാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച സ്റ്റോക്കാണ് ലോറസ് ലാബ്. ആൻഡ് അന്ന് എനിക്കിതിൽ ടെക്നിക്കലി വലിയ എന്താ പറയുക, ഈ സ്റ്റോക്ക് അങ്ങനത്തെ ഒരു ഏരിയയാണ് കണ്ടത്. നിങ്ങൾ ഇവിടുത്തെ കറക്ഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻസ് തന്നുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ മുൻപത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ലോറസ് ലാബ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ടിലെ നേച്ചർ തന്നെ നോക്കി വളരെ ഡീപ്പ് കറക്ഷൻസ് തന്നുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുൻപോട്ട് പോയ ശേഷം വീണ്ടും ഡീപ്പ് കറക്ഷൻ തന്നു. ഞാൻ ഡീപ്പ് കറക്ഷൻ വന്ന സമയത്താണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തത്. ഞാൻ പ്രോഫിറ്റിൽ സ്റ്റിൽ ഹോൾഡ് ചെയ്യുകയാണ് ഈ ലോറസ് ലാബ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ ഉണ്ടാവും ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്സ് എടുക്കാറുണ്ടെന്ന്. ആൻഡ് ഇങ്ങനത്തെ ഒരു ഡീപ്പ് കറക്ഷൻ വന്നപ്പോഴത്തേക്കാണ് ലോറസ് ലാബ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്തത്. ആൻഡ് നൗ ട്രേഡിംഗ് അറ്റ് 923. അപ്പോൾ ഇത്രയും നല്ലൊരു ഹെൽത്തി മീൻസ് ഇത്തിരി ഒരു മൊമെൻറ്റം കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്കിൽ ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മേ ബി ഒരു 1000 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് മൊമെൻറ്റത്തിൽ ഞാൻ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് കൂടുതൽ ടെക്നിക്കൽ സ്റ്റഡീസ് വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ് ഇതിൽ ഓരോ ദിവസവും നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. കാര്യം വളരെ രസകരമായ മൂവ്മെൻറ്റ്സ് ആണ് ലോറസ് ലാബ് എന്ന സ്റ്റോക്സ് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പം ഇനിയുള്ള ദിവസങ്ങളിലും ഈ സ്റ്റോക്കിന് ഹയർ ടാർഗറ്റ്സിലേക്ക് പോകുമെന്ന് നമുക്ക് വാച്ച് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്വാൻ കോർപ്പ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ആയ 800 റേഞ്ച് വരെ പോയിരുന്നു. 870 വരെ പോയ ശേഷം ഒരു ഡീപ്പായിട്ടുള്ള കറക്ഷൻ തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ആൻഡ് നിലവിൽ എന്താ സംഭവിക്കുന്നത്, ഒരു അക്യുമുലേഷൻ ഫേസിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ ബേസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത്രയും വലിയൊരു സോണിൽ അക്യുമുലേഷൻ നടക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ റീസെൻറ്റ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് എന്താണ്, റീസെൻറ്റ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ്. ഒരു സാധ്യത നമുക്കിവിടെ കാണാം, പെർഫെക്റ്റ്ലി കാണാം. ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ളൊരു എല്ലാ സാധ്യതയും സ്വാൻ കോർപ്പ് എന്നുള്ള സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഈ ഒരു ബേസിൽ നിന്നും ഈ സ്റ്റോക്കിന് മൂവ്മെൻറ്റ് കിട്ടുമില്ല എന്നുള്ള കാര്യം നമുക്ക് വരുന്ന വീക്സ് നോക്കാം. അപ്പോൾ സ്വാൻ കോർപ്പ് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. നിങ്ങളുടെ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമെന്ന് നിങ്ങളെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. സ്വാൻ കോർപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ. ആൻഡ് കഴിഞ്ഞ 6-7 ദിവസമായിട്ട് മാർക്കറ്റ് എന്താ പറയുക, ഒരു ചെറിയ ബേസ് മിനി ബേസിൽ നിന്നും ഈ സ്റ്റോക്ക് ഒന്ന് പുറത്തു വരാനുള്ള ശ്രമം നടത്തുകയാണ്. സോ വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇതെല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, മൊമെൻറ്റം സാധ്യതയുള്ള സ്റ്റോക്സ് നമ്മൾ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.